ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കിന്നൊരു അടിപൊളി കഥ കേട്ടാലോ? എല്ലാവരും കഥ മുഴുവനായിട്ട് കേൾക്കണേ. എന്നിട്ട് നിങ്ങളുടെ കമൻസ് എന്നെ അറിയിക്കണം. ഒരു സോഫ്റ്റ് റൊമാൻറ്റിക് ഒരു ഫാമിലി ലൈനാണ് കേട്ടോ ഈ കഥ. എൻ്റെ പേര് സനൻ, സ്ഥലം നെന്മാറ. ഇപ്പോൾ വയസ്സ് 28. വീട്ടിലെ ഒരേ ഒരു ആന്തരി ആയതുകൊണ്ട് നേരത്തെ തന്നെ വിവാഹം സെറ്റ്. അതായത് 25 വയസ്സുള്ളപ്പോൾ തന്നെ പെണ്ണ് കാണാൻ, 26 ആകുന്നതിന് മുൻപേ കെട്ടി. പഴയന്നൂർ സൈഡാണ് പെണ്ണിൻ്റെ വീട്. അവക്കാണെങ്കിൽ വീട്ടിലൊരു അനിയത്തി, അച്ഛൻ, അമ്മ, ഇങ്ങനെയാണ് സെറ്റപ്പ്. പഴയ തറവാടുകളാണ്. ഓടിട്ടൊരു 2 നില വീടാണ്. ഒരു പഴയ തറവാട് സൈസ് വീടല്ലേ, അത് തന്നെ. ഫാദർ ഇൻ ലോ ആണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ നെൽകൃഷിയും കാര്യങ്ങളൊക്കെ ഇട്ട്. ഇതിന് പുറമെ എക്സാമിന് കൂടിയാണ്. മദർ ഇൻ ലോയെ പറ്റി പറയുകയാണെങ്കിൽ എൻ്റെ കല്യാണം കഴിയുന്ന സമയത്ത് ഒരു 42 വയസ്സേ ഉള്ളൂ. അന്നൊക്കെ കാണുമ്പോൾ ഭയങ്കര തറവാടി ക്ലാസ് ലുക്കാണ് അമ്മയ്ക്ക്. പേര് ശ്രീജ. അങ്ങനെ മെലിഞ്ഞ സ്ലിം ബ്യൂട്ടി ഒന്നും അല്ല അമ്മായിയമ്മ. അത്യാവശ്യം മണ്ണൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നല്ല ഒന്നാം തരം തറവാടി ലുക്ക്. 5 അടി 2 ഇഞ്ച് കഷ്ടി ഉയരം കാണത്തുള്ളൂ. പക്ഷേ നല്ല ഗോതമ്പ് നിറവും ഉള്ളു തിങ്ങിയ, പിന്നെ നല്ല തലമുടിയുമാണ്. ഒരു റൗണ്ട് ഫേസ്, ഏറെക്കുറെ അനുഭൂതി സിനിമയിലെ ആ ഖുഷ്ബു ഇല്ലേ, അതിനെപ്പോലെ ഇരിക്കും. യൂട്യൂബിൽ നോക്കിയാൽ ഏറെക്കുറെ ഐഡിയ കിട്ടും. കല്യാണം കഴിഞ്ഞ് ആദ്യ നാടുകളിൽ എന്ന് പറഞ്ഞാൽ ഒരു 2 വർഷത്തോളം എനിക്ക് സ്വന്തം അമ്മയെപ്പോലെ തന്നെ കാര്യമായിരുന്നു അമ്മായിയമ്മ. മൊത്തത്തിലെ ഈ പറഞ്ഞ പോലെ അവരെ കാണാൻ ഒരു തറവാടി ലുക്ക് കൂടി ആയതുകൊണ്ട്, പിന്നെ പെരുമാറ്റവും ഇപ്പോഴും ഒരു ക്ലാസി പെരുമാറ്റവും ആയതുകൊണ്ട് എനിക്ക് പുള്ളിക്കാരിയെ വളരെ വളരെ റെസ്പെക്റ്റ് ആയിരുന്നു. അതുപോലെ തന്നെ കല്യാണം കഴിഞ്ഞ ഉടനെ ഉള്ള ഒരു 2-3 വർഷം ഒരു പ്രത്യേക തെല്ലും സന്തോഷമൊക്കെ ആകുമല്ലോ. പ്രത്യേകിച്ച് അങ്ങനെ ആ കാര്യങ്ങളിലൊക്കെ നമുക്ക് അതുവരെ കിട്ടാത്തൊരു സംഭവം കിട്ടുമ്പോഴുള്ള സന്തോഷം ത്രില്ലും. അതുകൊണ്ട് തന്നെ വൈഫിൻ്റെ ഒപ്പം ഞാൻ വളരെ 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 ഹാപ്പിയായിരുന്നു. വേറെ ചിന്തകളൊന്നും ഇല്ലാതെ ഒരു സിമ്പിൾ ലൈഫ്. ഒരു കൊച്ചൊക്കെ ആയപ്പോൾ സ്വാഭാവികമായും അതിനോടൊരു ഫ്രീക്വൻസി മാറുമല്ലോ. നിങ്ങൾക്ക് മനസ്സിലാവില്ലേ? അപ്പോഴും എനിക്ക് വേറെ പെണ്ണ് വേണമെന്നോ വേറെ എവിടെയെങ്കിലും മതിൽ ചാടി ഒന്ന് ഇതാക്കണമെന്നോ ഒന്നും തോന്നിയിട്ടില്ല. അപ്പോഴും എനിക്ക് അമ്മായിയമ്മയുടെ ഒരു ഇതൊന്നും തോന്നിയിട്ടില്ല. ഓക്കെ. പക്ഷേ ഒരു കൊച്ചുകൂടിയായിട്ട് ഭാര്യ വീട്ടിൽ പോകുമ്പോൾ കൊച്ചിനെ എടുക്കാനും പിടിക്കാനും കുളിപ്പിക്കാനും ഒക്കെ അമ്മായിയമ്മ തന്നെ ഇടയ്ക്ക് ലീഡ് ചെയ്യുന്ന തരം. എത്ര ശരിയല്ല, വേണ്ട ആവശ്യമില്ല എന്നൊക്കെ മനസ്സ് പറഞ്ഞാലും ആളിങ്ങനെ കൊച്ചൊക്കെ എടുക്കുമ്പോൾ നമുക്ക് സൈഡായിട്ട് ചെറുതായിട്ടൊക്കെ ഒന്ന് തട്ടൂലേ. അപ്പം ആ ഒരച്ചിലൊക്കെ കിട്ടുമ്പോൾ ഈ പറഞ്ഞ സമയങ്ങളിലൊക്കെ എന്തോ അരുതാത്തതാണെങ്കിലും മനസ്സ് ഒരുപാട് ആഗ്രഹിക്കുന്ന എന്തൊക്കെയോ മനസ്സിൽ തോന്നും. അപ്പോഴൊന്നും ആ ഒരു രീതിയിൽ ഒന്നും തോന്നാറില്ല. കിട്ടിയ സീനും കിട്ടിയ ടച്ചും കണ്ട ചാലും എല്ലാം എല്ലാപ്പം അത്ര തന്നെ. പിന്നെ പിന്നെ അവരുടെ ആ ക്ലാസിക് സ്റ്റൈലിനോട് എനിക്കൊരു ഒബ്സെക്ഷൻ തോന്നി തുടങ്ങി. അതായത് അമ്മായിയമ്മ വീട്ടിലാണെങ്കിൽ എപ്പോഴും സെറ്റും കൊണ്ടാണ് എടുക്കാറുള്ളത്. അതിൻ്റെ ഒരു ക്ലാസ് ഒന്ന് വേറെ തന്നെയല്ലേ. ഇനി ആരോടെങ്കിലും വർത്താനം പറയാൻ നിൽക്കുമ്പോൾ ആ ഒരു കൈകുറ്റി നിൽപ്പുണ്ട്. അതൊക്കെ കാണുമ്പോൾ ചെറുതായിട്ടൊന്ന് സീന് പിടിക്കും, അത്ര തന്നെ. ചില ദിവസങ്ങളിലാണെങ്കിൽ അമ്മായിയമ്മ മുണ്ടെടുക്കുന്നത് അല്പം താഴ്ന്നു പോകുമ്പോൾ ആ ഒരു ഭാഗമൊക്കെ കാണാം. അപ്പോൾ അതിൻ്റെ സീനും അതൊക്കെ കണ്ടൊരു എന്താ പറയുക, ഒരു വല്ലാത്ത കിക്കായി തുടങ്ങി. ചില ദിവസങ്ങളിൽ റൂമിൽ എവിടെയെങ്കിലും ഇരിക്കുമ്പോൾ അമ്മായിയമ്മ ഇങ്ങനെ അടിച്ചു വരാൻ പറയുമ്പോൾ അത് ഇതിലും വലിയ കാഴ്ച. ആ കുമ്പിടുമ്പോഴൊക്കെ പിന്നെ നിങ്ങളോട് പറയേണ്ടതില്ലല്ലോ, ആ കാഴ്ചയൊക്കെ തന്നെ. അങ്ങനെ കുറേ സീന് കിട്ടുന്നുണ്ട്. ആ സീന് പിടുത്തം മാത്രമേ അപ്പം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴും എനിക്ക് ഇവരുടെ കൂടെ ഇവരൊന്ന് ഇതാക്കണമെന്നോ അങ്ങനെയൊന്നും തോന്നാറില്ലായിരുന്നു. കാരണം എനിക്ക് പൊതുവെ അതുണ്ടെങ്കിലും ഞാൻ അല്പം ഒരു സൈലൻ്റ് പ്രകൃതക്കാരനാണ്. സ്കൂളിലോ കോളേജിലോ പോലും അങ്ങനെ സീരിയസ് ആയിട്ടുള്ളൊരു ലൈഫ്, അത്യാവശ്യം തക്ക രീതിയിലുള്ളൊരു കമ്പനി ഇതൊന്നും ഇല്ലായിരുന്നു. കാരണം പൊതുവെ റിസ്ക് എടുക്കാൻ അത്ര താല്പര്യമുള്ള ആളല്ല ഞാൻ. ഇനി എന്നെ പറ്റി പറയുകയാണെങ്കിൽ ഒരു 173 സെൻറ്റിമീറ്റർ ഉയരം,
75 കിലോ വെയിറ്റ്. ജിമ്മിനൊന്നുമല്ല, പക്ഷേ അത്യാവശ്യം ജിമ്മിൽ പോകുന്നത് കൊണ്ട് ശരീരം ഒരു മീഡിയം ലെവലിൽ നോക്കും. പിന്നെ അത് ഒരു 6-7 ഇഞ്ച് ഉണ്ട്. അത്യാവശ്യം നല്ല പമ്പിങ് വേണം കേട്ടോ. അപ്പോൾ അങ്ങനെ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാൽ, അമ്മയെ കാണുന്നുണ്ട്, ആസ്വദിക്കുന്നുണ്ട് എന്നല്ലാതെ അതിനോടുള്ളൊരു ഭ്രമം ഒന്നും തോന്നിയിട്ടൊന്നുമില്ല. കാരണം അത് ശരിയല്ല എന്നറിയാം. അതൊരിക്കലും അമ്മ സ്വയം അംഗീകരിച്ച് നടത്തില്ല എന്നൊരു ഉറപ്പുമുണ്ട്. ഒരു ദിവസം യാദൃശികമായി ഞാൻ ഭാര്യ വീട്ടിലുള്ളപ്പോൾ അവളുടെ എന്തോ കോളേജിലെ സർട്ടിഫിക്കറ്റ് വാങ്ങാനോ മറ്റോ അവളും അമ്മയും കൊച്ചും കൂടി അവൾ പഠിച്ച കോളേജിലേക്ക് പോയി. അവളുടെ അനിയത്തി പഠിക്കണേ ഹോസ്റ്റലിലാണ്. ഞാൻ ആദ്യം കുറേ സമയം മൊബൈൽ നോക്കി തട്ടിമുട്ടിയിരുന്നു. പിന്നെ കുറേ സമയം ഫുഡ് കഴിച്ചു. അങ്ങനെ വെറുത്ത കാഴ്ച കാണാനായി മുകളിലെ നിലയ്ക്ക് പോയി. പൊതുവെ അങ്ങനെയൊരു മുകൾ നിലയിലേക്ക് പോകൽ എനിക്ക് കുറവാണ്. ദേ പോയപ്പോൾ കുറേ മുണ്ടും കാര്യങ്ങളും എല്ലാം സൈഡിലയൽ ഉണങ്ങാനിട്ടിട്ടുണ്ട്. ഞാൻ എത്ര വേണ്ടാന്ന് വിചാരിച്ചിട്ടും ഒരയൽ അമ്മയമ്മയുടെ അതൊക്കെ ഉണങ്ങാനിട്ടത് കണ്ടപ്പോൾ എൻ്റെ മനസ്സൊന്ന് പാളി. ഞാൻ പിന്നെ അതൊക്കെ കണ്ട് ഒരു ചെറുതായിട്ടൊരു സ്വപ്നലോകത്തൊക്കെ പോയി അങ്ങനെ അവിടെ നിന്ന് ആസ്വദിക്കുകയായിരുന്നു. അത് കണ്ടിട്ടൊന്ന് ഇതാക്കാൻ തോന്നി. പക്ഷേ അങ്ങനെ അധികം തറികടകൾ ചെയ്ത് ശീലമില്ലാത്തത് കൊണ്ട് അത് കണ്ട എൻ്റെ മുഖം ഞാൻ അതിലേക്കൊന്ന് ചേർത്ത് ആ ഒരു ആയിരുന്നെങ്കിൽ അന്ന് ഒരു സങ്കല്പം മാത്രം ചെയ്തു. ഞാൻ പിന്നെ എന്തെന്നാ അതല്ല, പ്രണയം കലർന്നൊരു ആർത്തിയാണ് ശരിക്കും തോന്നിപ്പോയത് അവിടെ. ഞാൻ സ്വാഭാവികമായും പിന്നീട് അമ്മയമ്മ മറ്റതൊക്കെ കഴുകിയിട്ടുണ്ടായിരുന്നേ, അതൊക്കെ ഒന്ന് തപ്പി. പക്ഷേ ഒന്നും വന്ന് പെട്ടില്ല. ഞാൻ അങ്ങനെ കുറേ നേരം അമ്മായിയമ്മയുടെ തുറന്നിട്ടുമ്പോൾ അതും പ്രായവുമില്ല കണ്ണുകൊണ്ട് മുഖം കൊണ്ടൊന്ന് പരതിയിട്ട് ലാസ്റ്റ് താഴേക്ക് പോയി. താഴേക്ക് പോയി ഒരു 3/4 മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോഴേക്കും അവളും അമ്മയും എല്ലാം തിരികെ എത്തി. വന്നു കഴിഞ്ഞിട്ട് അമ്മ ഡ്രസ്സ് മാറാൻ മുകളിൽ പോയി. മുകളിൽ നിന്ന് വരുമ്പോൾ ഞാൻ ആ ഒരു സ്മെല്ല് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, ആ ഒരു ഇതൊക്കെ തന്നെയാണ് ഇട്ടേക്കുന്നതെന്ന് ഞാൻ കണ്ണുകൊണ്ടൊന്ന് സ്കാൻ ചെയ്ത് മനസ്സിലാക്കി. അമ്മയമ്മ 2ാം മുണ്ടൊക്കെ വൃത്തിയെടുത്തിട്ടുണ്ടെങ്കിലും എൻ്റെ കണ്ണുകൾ അതിനെ മറികടന്ന് ഒന്ന് മൊത്തം സ്കാനിങ്ങിലായിരുന്നു. അന്നത്തെ ദിവസം ബാക്കി സമയം മുഴുവൻ എൻ്റെ കണ്ണുകൾ അമ്മായിയമ്മയുടെ ദേഹത്ത് തന്നെയായിരുന്നു. അങ്ങനെ ആ ദിവസം കടന്നു പോയത് എനിക്കൊരു സ്വപ്നം പോലെ ആയിരുന്നു. ചുരുക്കി പറഞ്ഞാൽ അന്ന് തൊട്ട് എനിക്ക് അതൊന്നും തോന്നാറില്ലായിരുന്നു. പക്ഷെ പുള്ളിക്കാരിയുടെ ഒരു വല്ലാത്ത ആരാധനയായി. പൊതുവെ അവർ വീട്ടുകാര്യങ്ങൾ സിമ്പിളായി നടത്തുന്നതും ഒരല്പം മെയിൽ ഷോവനിസ്റ്റായ ബോദറിൻലോനെ ആണെങ്കിൽ അമ്മയമ്മ പരിഗണിക്കുന്നതൊക്കെ ഉണ്ട്. പക്ഷേ ചില സ്ഥലങ്ങളിലെ പോലെ എൻ്റെ കുട്ടിയോട് അച്ഛൻ എന്നും പറഞ്ഞ് അനാവശ്യ ബഹുമാനം കൊടുത്ത് പൊക്കി തലയിൽ വെക്കാത്തത് പോലും എനിക്ക് പുള്ളിക്കാരോടുള്ള ആരാധന കൂട്ടി. അങ്ങനെ ഏറെക്കുറെ ഒരു 2-3 മാസം ഇങ്ങനെ പോയി. എന്തെങ്കിലും ആവശ്യത്തിന് അവളുടെ വീട്ടിൽ പോകുമ്പോൾ അവളേക്കാൾ ആവശ്യത്തിൽ അവിടെ എത്തുന്നത് ഞാനാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഒരു ചാൽ, ഒരു സൈഡ്, ഒരു ഊത്, അന്ന് അതിൻ്റെ അവിടെ ഒരു കാൽമുട്ട്, ഇതൊക്കെ കണ്ടാൽ തന്നെ ഞാൻ ഫ്ലാറ്റ്. ഒരു സന്തോഷം, ഒരു ആരാധന എന്നല്ലാതെ മറ്റേതായിട്ടല്ലായിരുന്നു കേട്ടോ പലപ്പോഴും. എനിക്കത് വിട്ട് മുകളിലേക്കൊരു ചാൻസ് കിട്ടുമെന്ന് പോലും ചിന്ത ഉണ്ടായിരുന്നില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എനിക്ക് റിസ്ക് എടുക്കാൻ പേടിയാണ്. പിന്നെ ഒരാളെ അങ്ങനെ വളച്ചധികം ശീലമൊന്നുമില്ല. ഇതെല്ലാത്തിനും പുറമെ അമ്മായിയമ്മ കൂടി ആയതുകൊണ്ട് ഒരിക്കലും ഒരു കെമിസ്ട്രി വർക്കൗട്ട് ചെയ്യില്ല. ഒരിക്കലും ഇതിനപ്പുറത്തൊന്നും നടക്കില്ല എന്നൊരു ബോധം നല്ലോണം ഉള്ളിലുണ്ടായിരുന്നു. ഇതിനിടയിൽ വൈദ്യൻ കൽപ്പിച്ചതും രോഗി ഇച്ഛിച്ചതും പാലെന്ന് പറയുന്ന പോലെ ഒരു ചാൻസ് കിട്ടി. എനിക്ക് വർക്ക് ഫ്രം ഹോം കിട്ടിയത് കൊണ്ട് എനിക്ക് അങ്ങനെ ജോലിക്ക് നേരിട്ട് പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അപ്പോഴും പെണ്ണുമ്പിള്ള പറഞ്ഞു, നമുക്ക് എൻ്റെ വീട്ടിൽ പോയി കുറച്ച് നിൽക്കാമെന്ന്. സ്വാഭാവികമായും അമ്മായിയമ്മയെ കണ്ടുകൊണ്ട് നിൽക്കാനുള്ളൊരു ചാൻസും ഞാൻ മിസ്സാക്കില്ലല്ലോ. ഞാൻ ഓക്കെ പറഞ്ഞു. അങ്ങനെ കഷ്ടിച്ചൊരു 2 ആഴ്ച അവിടെ പോയി നിൽക്കാവുന്ന പ്ലാനായിരുന്നു. അങ്ങനെ പോയി നിന്ന് 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് ആ ചാൻസ് വീണ് കിട്ടിയത്. അമ്മായിയമ്മയ്ക്ക് ചെറുതായി പല്ലിൻ്റെ ഒരു 1-2 കേസുകളുള്ളത് കൊണ്ട് ഡെന്റിസ്റ്റിനെ കാണാൻ പോകണമായിരുന്നു. ഞാൻ അവിടെ ഉള്ളത് കൊണ്ട് സ്കൂട്ടറിൽ പോകാമെന്ന് അമ്മ എന്നെ പറഞ്ഞു.
പിന്നെ പൊതുവെ ഡെന്റിസ്റ്റിൻ്റെ അവിടെ പാർക്കിംഗ് അല്പം ടൈറ്റാണല്ലോ, അതുകൊണ്ട് ആർക്കും ഒരു കുഴപ്പവുമില്ല. ആദ്യത്തെ ആ ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും യാത്രയിൽ എക്സൈറ്റ്മെൻറ്റ് കാരണം ഞാൻ കാര്യമായിട്ടൊന്നും ചിന്തിച്ചില്ല. പക്ഷേ പിറ്റേന്ന് കുറച്ചുകൂടി മനസ്സുറച്ച് കഴിഞ്ഞല്ലോ. അമ്മയമ്മ സ്കൂട്ടറിൻ്റെ പിന്നിൽ വൺ സൈഡ് ഇരിക്കുമ്പോൾ ആ ഇടയ്ക്ക് മുന്നിലേക്ക് ചായുന്ന സമയത്തൊക്കെ അതിങ്ങനെ അമരുന്നതൊക്കെ ഞാൻ ശരിക്കും ആസ്വദിച്ചു തുടങ്ങി. അതിനേക്കാളും ആസ്വദിച്ചത് പുള്ളിക്കാരിയുടെ വലത് കൈ എൻ്റെ ഷോൾഡറിൽ വെച്ച് അധികാരത്തോടെ പിറകിലിരിക്കുന്നതായിരുന്നു. ഞാൻ നേരത്തെ തന്നെ അവരോടുള്ള ആരാധന പറഞ്ഞല്ലോ. ആ ആരാധന ഉള്ളത് കൊണ്ട് അങ്ങനെ ഒരു ലേഡി, വളരെ എലഗൻ്റായി എനിക്ക് തോന്നിയ ആ ലേഡി എൻ്റെ മാത്രം എടുത്ത് അത്രയും സ്വാതന്ത്ര്യം എടുക്കുമ്പോൾ ഒരു പ്രത്യേകം ത്രില്ല് തോന്നി. അതങ്ങനല്ലേ. കഷ്ടിച്ചൊരു 12 കിലോമീറ്റർ ഉണ്ട് മേൽപ്പറഞ്ഞ ഡെന്റിസ്റ്റിൻ്റെ അങ്ങോട്ട്. അങ്ങനെ 3-ാം ദിവസം അമ്മയുടെ ഒരു പല്ല് റിമൂവ് ചെയ്തു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒന്ന് പരമാവധി തണുത്തതെല്ലാം കഴിച്ച് ബ്ലഡ് ഫ്ലോ നിർത്തണമെന്ന്. അവിടുത്തെ പരിപാടി ഒരു 3 മണിക്ക് കഴിഞ്ഞു. തിരികെ പോരുന്ന വഴി അങ്ങനെ ഞങ്ങളൊരു ബേക്കറി കയറി. അമ്മായിയമ്മയ്ക്കൊരു ഷേക്കും ഞാനൊരു ജ്യൂസും ഓർഡർ ചെയ്തു. എൻ്റെ മനസ്സിലാകെ ഒരു പ്രകമ്പനമായിരുന്നു. ഷേക്ക് അമ്മ കുടിക്കുന്നത് കണ്ടപ്പോഴാണ് മനസ്സിലായത് പുള്ളിക്കാരിക്ക് ഇതെല്ലാം അത്യാവശ്യം ഇഷ്ടമാണെന്ന്. ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് പ്രായമായ ആളല്ലേ, ഇതിലൊന്നും അധികം താല്പര്യം ഉണ്ടാകില്ല എന്നായിരുന്നു. അമ്മയോട് ഞാൻ അമ്മ ഇതൊക്കെ കഴിക്കൂല്ലേ എന്ന് ചോദിച്ചപ്പോൾ വാങ്ങിത്തരാനും കമ്പനി തരാനും ആളുണ്ടെങ്കിൽ എനിക്കിഷ്ടമാണിതെല്ലാം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സന്തോഷം തോന്നി. അങ്ങനെ അമ്മ ഷേക്കും ഞാൻ ജ്യൂസും തീർത്തു. സ്കൂട്ടറിൽ തിരികെ മെല്ലെ പോരുമ്പോൾ മനസ്സൊരു വല്ലാത്ത നിറഞ്ഞ അവസ്ഥയായിരുന്നു. മൊത്തത്തിലൊരു സംതൃപ്തി. അന്ന് അമ്മയുടെ ഒപ്പമുള്ള കറക്കം തന്നെ. 2 പുള്ളിക്കാരിക്ക് വ്യത്യസ്തമായ എന്തോ എനിക്ക് ചെയ്തു കൊടുക്കാൻ പറ്റിയെന്ന് തോന്നലും. പിറ്റേന്ന് ഈ പറഞ്ഞ പോലെ തന്നെ ആവർത്തിച്ചു. ഡെന്റിസ്റ്റിൻ്റെ അവിടെ പോയി ചെക്കപ്പ് ചെയ്തു. കുഴപ്പമൊന്നുമില്ല. എന്നാലും തിരികെ വരുന്ന വഴി ഞാൻ തന്നെ മുൻകൈ എടുത്ത് സ്കൂട്ടർ നേരെ ബേക്കറിയിലേക്ക് കെട്ടി. അമ്മ ആദ്യം ഒന്ന് അമ്പരന്നെങ്കിലും പുള്ളിക്കാരുടെ വൈബ് അനുസരിച്ച് ഞാൻ മൊത്തത്തിൽ നിൽക്കുന്നത് കാണാം. സിമ്പിളായി അമ്മ അതിനൊപ്പം തന്നെ അങ്ങ് നിന്നു. അന്ന് ഫ്രൂട്ട് സലാഡാണ് ഞങ്ങൾ ട്രൈ ചെയ്തത്. എൻ്റെ മനസ്സിൽ എന്തുകൊണ്ട് ഒരു ടീനേജ് കാമുകിയുടെ ഒപ്പം ഒരു കഫേയിൽ കറങ്ങാൻ പോകുന്ന ത്രില്ലും പ്രതീതിയാണ് തോന്നിയത്. പിറ്റേ ദിവസത്തേക്ക് ഡെന്റിസ്റ്റ് അപ്പോയിൻമെൻ്റ് എഴുതിയിട്ടൊന്നുമില്ലായിരുന്നു. അത് എൻ്റെ മനസ്സിന് ചെറിയൊരു വാട്ടുണ്ടാക്കിയെങ്കിലും 2 ദിവസം കഴിഞ്ഞ് പോകാനെന്നൊരു സമാധാനം അപ്പുറത്തുണ്ടായിരുന്നു. അങ്ങനെ വീട്ടിലെത്തി ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എൻ്റെ പെണ്ണ് പറഞ്ഞു ചേട്ടൻ്റെ അമ്മ തിരക്കുണ്ടായിരുന്നു, ഇപ്പം തന്നെ മോളിൽ നിന്ന് വിളിക്കുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. സംഭവം എന്തെന്നാണെന്ന് അറിയാതെ ഞാൻ നേരെ മുകളിലേക്ക് ചെന്നു. അമ്മ എന്തിനാ വിളിച്ചതെന്ന് ചോദിച്ച് ആണ് സ്റ്റെപ്പ് കയറിപ്പോയത്. ആ പറയാ, നീ ഇങ്ങ് വാ എന്ന മറുപടിയും പറഞ്ഞു അമ്മ. ഞാൻ സ്റ്റെപ്പ് കയറി ചെന്നപ്പോൾ എൻ്റെ മനസ്സൊന്ന് കിടുങ്ങി. ആ ഒരു എന്താ പറയുക, ചെറുതായിട്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി ഒരു തിട്ട് നിൽക്കുന്നത് കാരണം പ്രായത്തിനനുസരിച്ച് അല്പം താഴേക്ക് കാതുന്നുണ്ടെങ്കിലും അതൊക്കെ ഒരു പെർഫെക്റ്റ് ലുക്കിലായിരുന്നു ഞാൻ കണ്ടിരുന്നത്. അത് ഞെട്ടി, അത്ര തന്നെ. ഞെട്ടലല്ല, ഞാനൊന്ന് നോക്കി നിന്നുപോയി. എൻ്റെ മനസ്സിൽ ലഡു ആണോ ജിലേബി ആണോ എന്നറിയാത്ത പല പല സംഭവങ്ങൾ ഒരുമിച്ച് പൊട്ടി. വെറുതെ ഒന്ന് സ്കൂട്ടർ എടുത്ത് പോയാലോ എന്ന അമ്മയുടെ ചോദ്യത്തിൻ്റെ ഇത് കേട്ടിട്ട്. അപ്പോഴും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ മറ്റു നല്ല പുള്ളിക്കാരോടുള്ള ആരാധനയാണ് വർക്കൗട്ട് ചെയ്തതെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ പിന്നെന്താ പോവാലോ, ചെലവെന്ന അമ്മയുടെ വക എന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്കാരി കുരുങ്ങി ചിരിച്ചുകൊണ്ട് ശരി എന്നാ എന്നും പറഞ്ഞ് കളിയായി എന്നെ കയ്യിൽ പിടിച്ച് പിച്ചിട്ട് താഴേക്ക് തള്ളിവിട്ടു. അതുകൂടിയായപ്പോൾ എനിക്ക് ജീവിതത്തിൽ എല്ലാം തികഞ്ഞതുപോലായി. അന്ന് പുള്ളിക്കാരി ഞാൻ കണ്ണുകൊണ്ട് സ്കാൻ ചെയ്തതുപോലെ വേറൊരു ദിവസവും ചെയ്തിട്ടില്ല. കാരണം അത്രയും ക്ലാസിക്കൽ ബ്യൂട്ടി ആയിട്ടുള്ള ഒരു പെണ്ണ് എൻ്റെ കൂടെ മുഴുവൻ കമ്പനിയായി കറങ്ങാനിറങ്ങുക എന്ന് പറയുന്നതും എല്ലാവർക്കും കിട്ടുന്നൊരു ലക്ഷറി അല്ലല്ലോ, അല്ലേ? അങ്ങനെ പിറ്റേന്ന് ഉച്ചയായി. അമ്മയുടെ മുഖത്താണെങ്കിൽ ഒരു 100 വാട്ട് ബൾബിൻ്റെ തെളിച്ചായിരുന്നു. അങ്ങനെ ഡോക്ടറുടെ അടുത്തേക്ക് എന്ന പോലെ ഞങ്ങൾ സ്കൂട്ടറും കണ്ടിറങ്ങി. എന്തോ ഒരു പച്ചക്കൊടി കണ്ടതുപോലെ എനിക്ക് തോന്നിയത് കൊണ്ട് ഞാൻ കൂടുതൽ വാചാലനായിരുന്നു. ഞാൻ അമ്മയ്ക്ക് ഇങ്ങനെ കറങ്ങുന്നതൊക്കെ ഇഷ്ടമാണെങ്കിൽ മുന്നേ പറയണ്ടേ, നമുക്ക് എന്തോരം സമയം മിസ്സായി. അമ്മ എൻ്റെ ഷോൾഡറിൽ പിടിച്ചിരുന്നുകൊണ്ട് തന്നെ ചേടാ അതങ്ങനെ ചുമ്മാ കറങ്ങാൻ പറ്റുമോ, ഇങ്ങനെ ഒരു കാരണം കിട്ടിയത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല.
ഞാൻ അമ്മ അതൊന്നും നോക്കണ്ട, നമുക്കിനിയും എന്തെങ്കിലുമൊക്കെ കാരണം ഉണ്ടാക്കാം. എനിക്ക് എൻ്റെ അമ്മയേക്കാൾ ഇഷ്ടമാണ് അമ്മയെ. അപ്പോൾ പിന്നെ എനിക്ക് നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് കേട്ടോ പറഞ്ഞേ, മറ്റൊന്നും അല്ലായിരുന്നു ഉള്ളിൽ. പക്ഷേ ഞാനിത് പറഞ്ഞപ്പോൾ പിന്നെ വന്നൊരു മൂളലിന് പല അർത്ഥവും എനിക്ക് അന്നേരം തോന്നി. അങ്ങനെ വെറുതെ പോയി പുതിയ മാള് കാണാൻ ഞങ്ങൾ തീരുമാനിച്ചു. ദൂരം കുറച്ചുണ്ടെങ്കിലും അങ്ങനെ തന്നെ ഞങ്ങൾ പ്ലാൻ ചെയ്ത് അത് നടപ്പിലായി. അവിടെ എത്തിയപ്പോൾ അമ്മ വളരെ വളരെ ഹാപ്പിയായിരുന്നു. ഹോം ഐറ്റംസും കിച്ചൺ സാധനങ്ങളും ഒക്കെ കണ്ട് വളരെ കൗതുകത്തോടെ ഓടി നടന്ന് കാണുകയായിരുന്നു. പുള്ളിക്കാരി നടക്കുമ്പോൾ ഒക്കെ ആ സാരിയുടെ മുന്താണി സൈഡിലേക്ക് പിടിക്കുമ്പോഴും അതൊക്കെ കാണുമ്പോൾ തന്നെ എനിക്ക് എന്തോ വല്ലാത്തൊരു സംതൃപ്തിയായിരുന്നു. അമ്മ ഒരു ഗ്രേ കളർ ഒരു ജൂട്ട് പോലത്തെ സാരിയാണ് കേട്ടോ എടുത്തിരുന്നത്. പിന്നെ ഒരു പിങ്ക് കളർ ജാക്കറ്റും. അതാണെങ്കിൽ പിന്നെ ലൈനിങ് ഇല്ലാത്തത് ആയതുകൊണ്ട് ആ മുറുകി കിടക്കുന്നതൊക്കെ ഒരു ലൈന് പോലെ നല്ലതുപോലെ കാണാമായിരുന്നു. എനിക്ക് ശരിക്കും കണ്ടെന്ന് ഇതായിരുന്നു. അങ്ങനെ ആദ്യം കിച്ചൺ ഐറ്റംസ് കയറി നോക്കി. താഴത്തെ റാക്കിലുള്ള ഐറ്റംസ് എടുക്കാൻ അമ്മ ഒന്ന് കുമ്പിടുമ്പോൾ അതിൽ നിന്ന് ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നതും അതിങ്ങനെ മുന്നിലേക്ക് കിടന്ന് അതിൻ്റെ ഗോതമ്പിൻ്റെ നിറമുള്ള ഇതൊക്കെ കാണുന്നതും അതൊരു പ്രമാദമായിട്ടുള്ളൊരു കാഴ്ചയെന്ന്. ഓരോ ഐറ്റംസ് പിടിച്ചതിൻ്റെ അടുത്തേക്ക് ചേർന്ന് നിന്ന് കാണിക്കുമ്പോൾ ആ പുള്ളിക്കാരുടെ കൈയും ഇടയ്ക്ക് അതിൻ്റെ സൈഡൊക്കെ എന്തിനു പറയുന്നു, ആ സാരി പോലും എൻ്റെ ദേഹത്ത് കൊള്ളുമ്പോൾ ഉള്ളിൽ ശരിക്കും കുള്ളിലായിരുന്നു. മറ്റതിനേക്കാൾ കൂടുതൽ പുള്ളിക്കാരി 100% എൻജോയ് ചെയ്യുന്ന ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ഞാൻ കാരണം വന്നല്ലോ എന്ന സന്തോഷമായിരുന്നു എനിക്ക്. അങ്ങനെ കിച്ചൺ ഐറ്റംസും ഹൗസ് ഹോൾഡ് ഐറ്റംസും എല്ലാം കറങ്ങി നടന്ന് കണ്ട് അതൊക്കെ കഴിഞ്ഞ് ചുമ്മാ ബേക്കറി ഐറ്റംസ് ഉള്ള സെക്ഷൻ അല്ലെങ്കിൽ ഫുഡിൻ്റെ മുകളിലത്തെ ഫ്ലോറിൽ പോകാമെന്ന് പറഞ്ഞു. അതോടെ അമ്മ തന്നെ മുന്നിൽ എൻ്റെ കൈയും പിടിച്ചിടുന്നു. അമ്മ നല്ലൊരു ഉദ്ദേശത്തോടെ പിടിച്ചതാവും, പക്ഷേ എൻ്റെ മനസ്സിൽ വേണ്ടാത്ത ചിന്തകൾ മാത്രമായിരുന്നു. അങ്ങനെ ഫുഡിൻ്റെ സെക്ഷനിൽ ചെന്നു. ഷേക്കും നല്ലൊര ചില്ലറ ഐറ്റംസും പറഞ്ഞ് ഞങ്ങൾ വെയിറ്റ് ചെയ്യാനിരുന്നു. അമ്മ എൻ്റെ എതിരെയുള്ള സീറ്റിലാണ് ഇരുന്നത്. പുള്ളിക്കാരി കൈ ടേബിളിൽ കുത്തി സംസാരിക്കാൻ നിൽക്കുമ്പോൾ അത് മാറി ആ ചാലൊക്കെ കണ്ടതിന് ഒരു കൈയും കണക്കുമില്ല. അമ്മായിയമ്മ ശ്രദ്ധിക്കാതെ ഞാൻ മൊബൈലിൽ 5-10 ഫോട്ടോസും എടുത്ത് കയറ്റി. പുള്ളിക്കാരി ഞാൻ എന്തിനൊക്കെയോ പറ്റി ഒരു അരമണിക്കൂറെങ്കിലും സംസാരിച്ചിരുന്നു കാണും. ഫുഡ് വരാൻ വൈകുന്നത് കാരെ ഞാൻ ആസ്വദിച്ചങ്ങനെ തന്നെ ആണ്. ഫുഡ് വന്നു. ഫുഡ് കഴിച്ചതോടുകൂടി അമ്മയമ്മ ഒന്നുകൂടി എക്സൈറ്റഡ് ആയി. ഹാൻഡ് വാഷ് ചെയ്യാൻ നേരത്ത് ബാത്റൂമിൽ ഞാൻ പോയപ്പോൾ എടുത്ത ഫോട്ടോസൊക്കെ ഒന്ന് നോക്കി. അതൊക്കെ കണ്ട് ഒരുവിധം പാൻറ്റും വലിച്ചു കയറ്റി. പക്ഷേ മനസ്സിലൊരു തീരുമാനം എടുത്തത് നടന്നാലും ഇല്ലെങ്കിലും ശരി ഒരു കൈ നോക്കിയാലേ പറ്റും. അതല്ല, അമ്മായിയമ്മയോട് കുറച്ചുകൂടി അടുപ്പമുണ്ടെന്ന് കാണിക്കാൻ എന്തെങ്കിലും ഒരു ചാൻസ് കിട്ടിയാൽ അത് ഉപയോഗിക്കുക തന്നെ. ഇനി ഇല്ലെങ്കിൽ പറ്റാവുന്ന പോലെ ചാൻസ് ഉണ്ടാക്കിയെടുക്കുക. ഇനി അത് കിട്ടിയാലും ശരി ഇല്ലെങ്കിലും ശരി. അങ്ങനെ ഫുഡെല്ലാം കഴിച്ചിട്ട് വീണ്ടും മോളിൽ കറങ്ങാനിറങ്ങി. അങ്ങനെ നടക്കുമ്പോഴാണ് ഒരു ഫാൻസി ടൈപ്പ് സാധനങ്ങളുടെ സ്റ്റോർ താഴത്തെ ഫ്ലോറിൽ കണ്ടത്. നോർത്ത് ഇന്ത്യൻ രാജസ്ഥാനിയൊക്കെ ഐറ്റംസ് ഒക്കെ ഉണ്ട്. അമ്മയുടെ കൈ പിടിച്ച് ഞാൻ അവിടെ കൊണ്ടു ചെന്നു. 1-2 വെറൈറ്റി ഒരു ബ്ലാക്ക് മെറ്റൽ വളകളൊക്കെ ഞാൻ സെലക്ട് ചെയ്തു. അമ്മ ആദ്യം അത് ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് വാങ്ങിയതാണെന്നാണ് വിചാരിച്ച്. ഞാൻ പിന്നെ നല്ല കിഡിലിനൊരു സെറ്റ് പാർസലും കൂടി വാങ്ങിക്കഴിഞ്ഞ് അമ്മയ്ക്കുള്ള ഗിഫ്റ്റ് എന്ന് പറഞ്ഞു കൊടുത്തപ്പോൾ പണി പാളിയൊന്ന് ഞാൻ ഒന്ന് ചങ്കിടിച്ചു. കാരണം അതുവരെയുള്ള ചിരിയും കളിയും പോയി പെട്ടെന്ന് സീരിയസ് ഭാവം അമ്മയുടെ മുഖത്ത് വന്നു. ഞാൻ അമ്മയ്ക്കുള്ള വാങ്ങിയേ പറ്റൂ എന്ന് രണ്ടാമതൊന്ന് പറഞ്ഞ് നീട്ടിയപ്പോൾ പുള്ളിക്കാരി ഒരു സർപ്രൈസായി ചിരിച്ചു. അമ്മ, എനിക്കെന്തിനാ, ആര് കാണാനാ, ഞാൻ ഈ പ്രായത്തിലെ ഇങ്ങനൊക്കെ എന്ന് പറഞ്ഞു തുടങ്ങിയപ്പോഴേക്കും ഞാൻ പിന്നെ അമ്മ എപ്പോഴും കാണാൻ സൂപ്പറാ. പിന്നെ ഇങ്ങനെയുള്ള സാധനങ്ങൾ വേറെ ആൾക്കാരെ കാണിക്കാനല്ലല്ലോ, ഇത് നാളുടെ കോൺഫിഡൻസ് അല്ലേ എന്ന് പറഞ്ഞൊരു മൂന്ന് നടത്തി. പുള്ളിക്കാരുടെ മുഖത്ത് ഒരു സൈഡിലൂടെ വന്ന ചിരി സന്തോഷവും അഭിമാനവുമാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ഈ പാദസരമൊക്കെ അമ്മയുടെ സെറ്റ് മുഴുവൻ താഴെ നല്ല ക്ലാസ്സായി കിടക്കുന്നു, അപ്പോൾ വീട്ടിൽ ഊരി വെക്കുമൊന്നും വേണ്ടല്ലോ എന്ന് പറഞ്ഞ് സൈഡിലൂടെ ഒരു ഇതും കൂടെ പറഞ്ഞു. പുള്ളിക്കാരിയുടെ മുഖം ചുമന്ന് തൊടുത്തത് കണ്ടപ്പോൾ
എനിക്ക് മനസ്സിലായി ചെയ്തൊട്ടും മോശമായില്ല എന്ന്. പിന്നെ ബ്ലാക്ക് മെറ്റൽ വള, അതിപ്പോൾ അമ്മയ്ക്ക് ഇത്രയും കളറൊക്കെ ഉള്ളത് കൊണ്ട് എന്തായാലും ഒട്ടും മോശമാവില്ല. ഇട്ട് നോക്കിക്കേന്നും പറഞ്ഞ് അമ്മയുടെ കയ്യിലേക്ക് വെച്ച് കൊടുത്തു. അതോടെ കോൺഫിഡൻസ് ആയിട്ട് അമ്മയും അത് രണ്ട് കയ്യിലും ഓരോന്ന് വെച്ചിട്ട് നോക്കി. പുള്ളിക്കാരി മൊത്തത്തിൽ സ്വയം നോക്കിയിട്ട് പിന്നെ കണ്ണാടിയിലും നോക്കി. എൻ്റെ ഒരു അത്ഭുതം കലർന്നൊരു നോട്ടം നോക്കിയിട്ട്, ആ ഇത് കൊള്ളാല്ലേടാ മോനെ, കൊള്ളാം, ചേരുന്നുണ്ടല്ലേ എന്ന് ചോദിച്ചു. ഞാൻ, പിന്നല്ലാതെ ഇങ്ങനെ അത്യാവശ്യം ഫാഷനൊക്കെ ഇട്ട് നടന്നുകൂടെ? അമ്മയെ കാണാൻ നല്ലതല്ലേ, എന്തിനാ ഇപ്പോൾ വലിയ പ്രായമായി നടിക്കുന്നേ? അമ്മ, ചേട്ടാ പ്രായം നടിക്കുന്നൊന്നുമില്ലല്ലോ, ഒരു അമ്മൂമ്മയെ, അപ്പോൾ അതിൻ്റെ പക്വതൊക്കെ വേണ്ടേ? ഞാൻ, ഓ അമ്മൂമായെങ്കിൽ അതിനെന്താ എന്ന് വെച്ച് മാച്ചിന് വള ഇടരുതെന്നോ ചുരിദാർ ഇടരുതെന്നോ എന്നൊന്നും നിയമമൊന്നുമില്ലല്ലോ എന്ന് ഞാനൊരു 2 സ്റ്റെപ്പ് കയറ്റി പറഞ്ഞു. അമ്മ, ചുരിദാർ ഇട്ടാൽ മോശമാവില്ലേ, എന്തൊക്കെ ആൾക്കാർ ചിന്തിക്കുക എന്നൊരു അർത്ഥഗർഭമായ സംശയം കലർന്ന നോട്ടം എന്നെ നോക്കി ചോദിച്ചു. പുള്ളിക്കാരി എൻ്റെ വാക്കുകളെ വളരെയധികം വിശ്വസിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ, ഓ പിന്നെ ഈ വിദേശത്തൊക്കെ പോകുന്നവരും പിന്നെ ഇടയ്ക്ക് നോർത്ത് ഇന്ത്യൻ ടൂറ് പോകുന്നവരൊക്കെ ആയിട്ടുള്ള അമ്മമാർ, അതുവരെ സാരി ഉടുത്ത് നൈറ്റിയിട്ട് നടന്നവരൊക്കെ പെട്ടെന്ന് ചുരിദാറും കുർത്തയാകുന്നത് ആദ്യം കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാക്കും, പക്ഷേ പിന്നെ ഇതല്ലേ എളുപ്പം. അമ്മ, ആണോ? അത് ശരി, എനിക്ക് ചുരിദാറൊക്കെ ഇടാൻ ഇഷ്ടമാണ്, പക്ഷെ ഇപ്പോൾ ഒരു 15 കൊല്ലമായി സാരി സെറ്റുമുണ്ട് ഇത് മാത്രമാണ്. അപ്പോൾ ഇനി പെട്ടെന്ന് ചുരിദാറൊക്കെ ആയാൽ ആരെങ്കിലും കളിയാക്കിയാൽ എന്ന് പറഞ്ഞപ്പോഴേക്കും ഞാൻ, ഓ ആര് കളിയാക്കാൻ, ഇനി അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ തന്നെ മോക്കും ഒക്കെ അമ്മ ചുരിദാർ ഇടുന്നത് ഇഷ്ടം എന്നങ്ങ് തട്ടി വിട്ടാൽ മതി, അവളെ ഞാൻ പറഞ്ഞ് സെറ്റാക്കിക്കോളാം. ഇത് കേട്ടപ്പോൾ പുള്ളിക്കാരിയുടെ മുഖം നാണം കലർന്ന ചുവന്ന് തുരുത്ത് ഞാൻ കണ്ടു. പുള്ളിക്കാരി കറക്റ്റ് ട്രാക്കിലാണെന്നും ഞാൻ അതേ ട്രാക്കിലാണെന്നും മനസ്സിലാക്കി ഞാൻ പിന്നെ എല്ലാ സാരിയും ഇതുപോലെ വിത്ത് ബ്ലൗസ് തന്നെ ഇടണമെന്നൊന്നുമില്ല, 2 ബ്രോക്കേഡ് ബ്ലൗസൊക്കെ തയ്പ്പിച്ചിട്ടൂടെ, ഒരു ഫങ്ഷനൊക്കെ പോകുമ്പോൾ അതിടാലോ എന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്കാരി മൊത്തത്തിൽ സ്വയമായിട്ട് ആരും ഇതൊക്കെ ഉള്ളിലൂടെ ശ്രദ്ധിക്കത്തത് പോലെ നോക്കി ഒന്ന് സംശയം മോശമല്ലെന്ന് ഉറപ്പിച്ച് ചിരിച്ചു. അമ്മ, ചേടാ നിനക്ക് ഇത്രയൊക്കെ ഐഡിയലുണ്ടോ, നീ കൊള്ളാലോ എന്നൊരു വല്ലാത്ത നിറഞ്ഞ ചിരിച്ചു പറഞ്ഞു. അത് കേട്ടപ്പോൾ തന്നെ എനിക്കുള്ളിൽ നല്ലത്, ഞാൻ പിന്നല്ല, അമ്മയുടെ മരുമോനല്ലേ, ഒട്ടും മോശമാക്കില്ലല്ലോ. അമ്മ, എന്നാ വാടാ, നമുക്ക് ഇന്ന് തന്നെ ഒരു ചുരിദാറും കുർത്ത എടുത്തിട്ട് പോവാം. ഒരു സൈഡ് കൊണ്ട് ചെയ്ത വർക്ക് കറക്റ്റായതിൻ്റെ സന്തോഷം എനിക്കുണ്ടായിരുന്നു. എങ്കിലും ഇപ്പുറത്തങ്ങനെ ചുരിദാറും കുർത്തിയൊക്കെ ആയിട്ട് അമ്മ കയറി വരുമ്പോൾ മോളെൻ്റെ തല പൊളിക്കുമെന്ന പേടിയുണ്ടായിരുന്നു. അങ്ങനെ 2 കൽപ്പിച്ച് അമ്മയും കൂട്ടി താഴെ ട്രെൻസിൽ പോയി. അമ്മ ആകെ ഡൗട്ട് അടിച്ച് നിൽക്കുകയായിരുന്നു. സംഗതി ഞാൻ പറഞ്ഞ് കൺവിൻസ് ചെയ്തെന്നാലും അമ്മയ്ക്ക് ചെറിയൊരു ഡൗട്ട് അടിച്ച് നിൽക്കുകയായിരുന്നു. ഞാനൊരു ലൈറ്റ് റോസ് പിങ്ക് കളർന്നൊരു റെഡിമെയ്ഡ് ചുരിദാർ സെലക്ട് ചെയ്ത് അമ്മയ്ക്ക് നേരെ നീട്ടി. അമ്മ, ഷോ ഈ കളറൊക്കെ ഈ ഏജ് ചേട്ടാ മോശമല്ലേ, കുറച്ചോറല്ലേ എന്ന് പുള്ളിക്കാരി ഒരു ഭംഗിക്ക് പറഞ്ഞു. ഞാൻ, എന്തോ ഓവറും ഇല്ല, നീറ്റ് ഡ്രസ്സാണ്, സാമാന്യം നല്ല മെറ്റീരിയലും എന്ന് പറഞ്ഞ് ആ ചുരിദാറിൻ്റെ ടോപ്പ് എടുത്ത് അമ്മയുടെ ദേഹത്തേക്ക് വെച്ച് നോക്കാൻ വെച്ചു. ഒരു കൈവിട്ട റിസ്ക്കാണ് ഞാൻ എടുത്തത്. പുള്ളിക്കാരി വേണ്ട തനി വെച്ച് നോക്കാനൊക്കെ പറയുന്ന ഞാൻ വിചാരിച്ചേ, പക്ഷേ അമ്മയമ്മ അതും വിടർത്തി അങ്ങ് നിന്നു തന്നു. സംഗതി പുള്ളിക്കാരി ഇതാക്കാൻ വേണ്ടി ഞാൻ ചെയ്തതാണെങ്കിലും ചുരിദാറിൻ്റെ ടോപ്പ് കൂടി വെച്ച് നോക്കിയപ്പോൾ പുള്ളിക്കാരി ശരിക്കും ഒരു 1.5 ക്ലാസ് പെണ്ണായി. ഞാൻ, അമ്പടി നോക്കിക്കേ എന്നും പറഞ്ഞ് അമ്മായിയമ്മയെ തിരിച്ച് കണ്ണാടിയിലേക്ക് നോക്കിപ്പിച്ചു. അമ്മ, ഷോ ചുരിദാറൊക്കെ ഇത്രയും നല്ലോണം ചേരും എനിക്ക് എന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നിന്ന് അന്നേരം എനിക്ക് തോന്നിയൊരു ത്രില്ല് പറഞ്ഞറിയിക്കാൻ വയ്യ. അമ്മ, എടാ ഇട്ട് നോക്കിയാലോ? ഞാൻ, ഇട്ട് നോക്കണ്ട, കണ്ടറിഞ്ഞൂടെ, അമ്മയ്ക്ക് നല്ല പാകാവും, ഇച്ചിരി ലൂസായെങ്കിലേ ഉള്ളൂ, എന്തായാലും ടൈറ്റാവത്തില്ല, അതിന് മാത്രം വണ്ണമൊന്നുമില്ലല്ലോ അമ്മയ്ക്ക് എന്ന് പറഞ്ഞ് ഒന്നുകൂടി സൈഡിലൂടെ പൊക്കി എങ്ങും എഴുതും. അമ്മ വീണ്ടും ചുരിദാർ ചേർത്ത് പിടിച്ചിട്ട് മൊത്തത്തിൽ ശരീരം ഒന്ന് അടിമുടി നോക്കുന്നത് ഞാൻ കണ്ടു. കിട്ടിയ ചാൻസിൽ ഞാൻ അതിൻ്റെ ഒപ്പം വരുന്നത് ഇതും എടുത്ത് അമ്മയുടെ നേരത്ത് അല്പം നീക്കി പിടിച്ചു. പാൻറ്റാട്ടോ, പിന്നെ
എന്നിട്ട് ആഹാ പെർഫെക്റ്റ് എന്നും പറഞ്ഞപ്പോൾ വീണ്ടും നാണം കലർന്നൊരു ചുവപ്പ് ചിരിയാണ് അമ്മ തന്നത്. അമ്മ പോടാ ഞാൻ നോക്കിക്കോളാന്നും പറഞ്ഞ് ട്രയൽ റൂമിലേക്ക് പോകാൻ നേരം ട്രയലൊന്നും വേണ്ട അമ്മേ, അതിന് ഇനി അതൊക്കെ ഊരിക്കളയണം, പിന്നെ നല്ല സ്റ്റൈലായിട്ടൊക്കെ ഉടുത്തേക്കല്ലേ സാരി, അതിനൊരു ഷേപ്പൊന്നും കളയണ്ട എന്ന് ഞാൻ അല്പം കൂടി റിസ്ക് എടുത്തൊരു അടിയടിച്ചു. അമ്മ ചെറുതായി ഒന്ന് ഞെട്ടിയ പോലെ എനിക്ക് തോന്നി. പക്ഷേ അപ്പം തന്നെ മുഖത്ത് ചിരി വന്നു. അത് കണ്ടപ്പോഴാ എനിക്ക് ഇത്തിരി സമാധാനമായത്. അമ്മ എന്നാൽ ഇത് ബില്ലടിച്ചോ, കുർത്തി ഇപ്പോൾ വേണ്ട, ചിലപ്പോൾ ഒറ്റയടിക്കല്ല ആയാൽ അത്ര സപ്പോർട്ട് കിട്ടിന്ന് വരില്ല എന്നും പറഞ്ഞ് പേഴ്സ് എടുക്കാൻ പോയപ്പോൾ ഞാൻ പറഞ്ഞു അമ്മയുടെ ഫസ്റ്റ് ചുരിദാറല്ലേ, ഇവിടുന്ന് ഞാൻ കൊടുത്തോളാം. ഇന്ന് സത്യം പറഞ്ഞാൽ കൽപ്പിച്ചു കിട്ടിയൊന്നും അല്ലായിരുന്നു. പുള്ളിക്കാരിയുള്ളൊരു ഫാൻസിയും ആ ഒരു ഇതൊക്കെ കൂടി അവരെ ഇംപ്രസ് ചെയ്യാൻ എന്തും ചെയ്യുന്ന അവസ്ഥയിലായിരുന്നു ഞാൻ അന്നേരം. അതുകൂടി കേട്ടപ്പോൾ അമ്മയുടെ മുഖത്ത് അല്ലായിരുന്ന കണ്ണിലായിരുന്നു തെളിച്ചമാണ് വന്നത്. എന്നുവെച്ചാൽ മുഖത്തല്ലായിരുന്നു, കണ്ണിലായിരുന്നു തെളിച്ചം വന്നത്. അങ്ങനെ ബില്ലടിച്ച് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോരാനായി സ്കൂട്ടറിൽ കയറി. സംഗതി തിരിച്ചു പോരണമെന്ന് എനിക്ക് ഇല്ലായിരുന്നു, പക്ഷേ വേറെ നിവർത്തിയില്ലല്ലോ. അങ്ങനെ തിരികെ പോരാൻ നേരത്ത് അമ്മയമ്മ എൻ്റെ ഷോൾഡറിലും ചിലപ്പോൾ തൊടയിലൊക്കെ പിടിക്കുന്ന പിടികൾ ഒക്കെ എനിക്ക് എൻ്റെ അവിടെ പിടിക്കുന്ന പോലെ തോന്നി. അന്നേരം ആവേശമൂത്ത് ഓരോന്നും ചെയ്തും അല്ലെങ്കിൽ വാങ്ങാൻ എന്തെങ്കിലും തിരികെ പോരുന്നിട്ടൊരു ചെറിയ ഉൾഭയം ഉണ്ടായിരുന്നു. വീട്ടിലെത്തിക്കഴിഞ്ഞാൽ എൻ്റെ ഭാര്യയോ അവളുടെ അച്ഛനോ എന്തെങ്കിലുമൊക്കെ സീനാക്കോ എന്നൊരു പേടി. സംഗതി ചെറിയ കാര്യമാണെങ്കിലും എൻ്റെ ഉള്ളിൽ കള്ളത്തരമുള്ളത് കൊണ്ട് ശരിക്കും പേടിയായിരുന്നു. തിരികെ പോരുമ്പോൾ ഞാൻ കണ്ണാടിയിൽ നോക്കി. പുള്ളിക്കാരി മൊത്തത്തിലൊന്ന് പൂത്തെളിഞ്ഞിരിപ്പുണ്ട്. എന്തൊക്കെയോ ആലോചിച്ച് കാഴ്ചകളും കണ്ട് ഹെൽമെറ്റൊക്കെ ഊരി മടി വെച്ച് ആ തലമുടിയൊക്കെ ഒന്ന് ഫ്രീ ആയിട്ട് പുള്ളിക്കാരി പറത്തിയിരിപ്പാണ്. ഇടയ്ക്ക് ബ്രേക്കൊക്കെ അടിക്കുമ്പോൾ ഇത് എൻ്റെ പുറകിലൊക്കെ അമരുമ്പോൾ എനിക്കെന്തോ തുടങ്ങി. ഇതും പോരാതെ തിരിച്ചു പോരുന്ന വഴിക്കൊരു പാടത്തിൻ്റെ സൈഡിൽ ബജ്ജി കൂടെ കണ്ടപ്പോൾ ഞാൻ അവിടെ നിർത്തി. അമ്മ എന്താടാ ഇവിടെ? നമുക്കൊരു ബജ്ജിയൊക്കെ കഴിച്ച് മെല്ലെ പോകാം, വീട്ടിലെത്തിയിട്ട് തിരക്കൊന്നുമില്ലല്ലോ. അമ്മ ചേടാ എന്നാ അങ്ങനെ എന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ബജ്ജി വാങ്ങി ഞങ്ങൾ അല്പ സൈഡിലേക്ക് കഴിക്കാനായി മാറി നിന്നു. കാറ്റത്ത് പുള്ളിക്കാരിയുടെ സാരിയൊക്കെ മാറിയപ്പോൾ ആ കുത്തും കുഴിയൊക്കെ കാണുമ്പോഴും എനിക്കെന്തോ വികാരം അടക്കാൻ പറ്റിയില്ല. അമ്മ പെട്ടെന്ന് സാരി പിടിച്ച് നേരെ ഇട്ടെങ്കിലും മൊബൈലിൽ സ്ക്രീൻഷോട്ട് എടുക്കുന്ന പോലെ ഞാൻ എൻ്റെ മനസ്സിൽ ചിത്രം എടുത്തു കഴിഞ്ഞിരുന്നു. ഗോതമ്പ് നിറത്തിലുള്ള ആ പുള്ളിക്കാരിയുടെ അവിടേക്ക് ഒന്ന് കാണുമ്പോൾ ഒരു കോയിൻ വെക്കാവുന്ന രീതിയിലുള്ളൊരു വിടർന്നൊരിതും കാണുമ്പോൾ എന്താ പറയുക, ഞാൻ ഫ്ലാറ്റായി എന്ന് വേണം പറയാൻ. പുള്ളിക്കാരി അതൊക്കെ പിടിച്ചിട്ട് ബജ്ജിയും കഴിച്ചുകൊണ്ട് കാറ്റും കൊണ്ട് നിന്ന്. മോനെ നിനക്കെന്താടാ ഈ ഐഡിയ ഒന്നും നേരത്തെ തോന്നാത്തെ, ഇങ്ങനെ സിമ്പിളായി കറങ്ങി നടക്കാൻ? എന്ത് രസാ. ഞാൻ അമ്മ മുമ്പ് എത്ര വൈബാണെന്ന് എന്താ പറയാഞ്ഞ്? അതല്ലേ. അമ്മ ചിരിച്ചുകൊണ്ട് പോ എന്നും പറഞ്ഞ് വീണ്ടും ചിരിച്ചു. ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടിട്ട് അമ്മയും മോനാണെന്ന് തന്നെ വിചാരിച്ചിട്ടാവാം കടയിൽ ഫുഡ് കഴിക്കാനിരിക്കുന്ന ഒരു 2-3 പിള്ളേരും പിന്നെ ഒരു 2-3 ചേട്ടന്മാരൊക്കെ പുള്ളിക്കാരിയുടെ ആ ലുക്കും കണ്ടിട്ട് വായി നോക്കിക്കൊണ്ടിരിപ്പായിരുന്നു. അങ്ങനെ ഫുഡും കഴിച്ച് ഞങ്ങൾ മെല്ലെ ആടിപ്പടി വീട്ടിലേക്ക് പോന്നു. വീട്ടിലെത്തുന്നതിനൊരു 100 മീറ്റർ മുമ്പ് എൻ്റെ വയറിൻ്റെ സൈഡിൽ പിടിച്ച് പിച്ചിട്ടമ്മ ചെക്ക ചുരിദാർ നിൻ്റെ ഐഡിയ തന്നെയാണ് പറഞ്ഞ് സപ്പോർട്ട് ചെയ്തോണം, അന്നേരം കാല് വാരിയ നിന്നെ ഞാൻ കൊല്ലൂട്ടോ എന്നും പറഞ്ഞ് എന്നെ വിരട്ടി. എനിക്ക് മൊത്തത്തിലൊരു ഹോൾസം സന്തോഷമാണ് നിറം തോന്നിയത്. പിന്നെ 2 ദിവസം കഴിഞ്ഞ് ഇതുപോലെ ഒന്ന് കറങ്ങാനിറങ്ങണം. അതുപോലെ ചുരിദാർ നിനക്ക് 10 സെൻറ്റ് കൂപ്പൺ ഉണ്ടായിരുന്നു, അത് തീരണ്ടാന്നും കരുതി എടുത്തതാണെന്ന് പറഞ്ഞാൽ മതി എന്നും പുള്ളിക്കാരി പറഞ്ഞു. പുള്ളിക്കാരി സ്കൂട്ടിൽ നിന്ന് ഇറങ്ങി വീട്ടിലേക്ക് കയറിയപ്പോൾ എന്തോ ഒരു വല്ലാത്ത ശൂന്യതയായി. ശൂന്യത കുറച്ചേരത്തേക്ക് നീണ്ടു. പിന്നെ വാങ്ങിയ സാധനമൊന്നും ആദ്യം എടുത്തില്ല. പിന്നെ എല്ലാവരും ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോൾ അമ്മായിയമ്മ മോളോട് എടി എൻ്റെ കൂപ്പൺ ഉണ്ടായിരുന്നത് കണ്ട് ഞാനൊന്ന് പരീക്ഷിക്കാൻ എടുത്തതാണെന്നും പറഞ്ഞു ആ ചുരിദാർ കാണിച്ചു.
അവള് അമ്മ ചുരിദാറിടാനോ എന്നും പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും ഞാൻ അതിനെന്താ, സാരിനേക്കാൾ എളുപ്പമല്ലേ, ഒരു കുഴപ്പമില്ല എന്നും പറഞ്ഞ് പുള്ളിക്കാരിയുടെ സൈഡ് പിടിച്ചു. അത് പുള്ളിക്കാരിക്ക് വളരെയേറെ ഇഷ്ടമായിന്ന് ആ മുഖത്ത് തെളിച്ചം കണ്ടപ്പോൾ മനസ്സിലായി. പിന്നെ ചില്ലറ സംസാരമൊക്കെ കഴിഞ്ഞ് അമ്മ മുകളിലേക്ക് പോയി. മാറിയെടുക്കാനുള്ള അതൊക്കെ എടുത്തിട്ട് കുളിക്കാനായി പോയി. പുള്ളിക്കാരി കയറി വെള്ളം വീഴുന്ന ഒച്ച കേട്ടപ്പോൾ തന്നെ എൻ്റെ മനസ്സെന്തോ പല പല ചിത്രങ്ങളും ഉൾക്കണ്ണിൽ കാണിച്ചു തന്നു. പുള്ളിക്കാരി സാരി അയക്കുന്നതും ആ ദൂരുന്നതും ആ ഒരു വിയർപ്പിൻ്റെ ഒരു ഇതും ഒക്കെ ഒക്കെ ഇതെല്ലാം ഒരു സിനിമ പോലെ എൻ്റെ മനസ്സിലൂടെ കടന്നുപോയി. അത് കഴിഞ്ഞ് എൻ്റെ പൊന്നെ, പുള്ളിക്കാരി കുളിയും കഴിഞ്ഞ് ഒരു തോർത്തുമുണ്ടൻ തലയിൽ കിട്ടിയൊരു വരവങ്ങ് വന്നു. ഞാൻ അതോടെ എൻ്റെ മനസ്സവിടെ വെച്ച് കീഴടക്കിന്ന് വേണം പറയാൻ. പിന്നെയും ഇതൊക്കെ കണ്ട് പിടിച്ചിരിക്കാൻ പറ്റാത്ത ഞാൻ റൂമിലേക്കങ്ങ് പോയി. അവിടുത്തെ ആ ഒരു എന്താ പറയുക, ഒരു ഡിസ്ക്രിപ്ഷൻ പറയേണ്ടതില്ലല്ലോ, ഒരു സ്കാനിങ്. അന്ന് പെണ്ണിൻ്റെ കൂടി പരിപാടി നടത്തുമ്പോൾ മനസ്സിൽ മുഴുവൻ അവളുടെ അമ്മയായിരുന്നു. അങ്ങനെ ഒരുവിധം അല്പം സമാധാനമായി. അങ്ങനെ പിറ്റേന്ന് എഴുന്നേറ്റു. വെറുതെ തേരാ പറ നടക്കുമ്പോൾ അമ്മ അപ്സ്റ്റേറിൽ നിന്ന് ഇങ്ങ് വന്നേടാന്നും പറഞ്ഞ് വിളിച്ചു. തലേന്നത്തെ അത് കുറച്ച് കുറഞ്ഞത് കൊണ്ട് തലേ ദിവസം കാണിച്ച ആവേശാക്രാന്തവും ആലോചിച്ച് സ്വയം ക്രിഞ്ചടിച്ചിരിക്കുകയായിരുന്നു ഞാൻ അല്പം. അമ്മ വിളിച്ചപ്പോൾ ശങ്കിച്ച് ഞാൻ പോയി. ചെന്നപ്പോൾ അമ്മ ഇതുപോലെ തലേന്നത്തെ സെറ്റ് കൊണ്ടും ജാക്കറ്റും തന്നെ ഇട്ട് നിൽക്കുകയായിരുന്നു. ഞാൻ ചെന്ന ഉടനെ പുള്ളിക്കാരി ഇറക്കൊന്ന് സെറ്റ് ചെയ്തിട്ട് ഞാൻ എൻ്റെ അമ്മ ഇത്രയ്ക്ക് ചേരുമെന്ന് ഞാൻ വിചാരിച്ചില്ല, സൂപ്പറാന്ന് പറഞ്ഞു. എന്താന്നല്ലേ ആ കാൽപാദത്തിൽ പാദസരങ്ങൾ കണ്ടിട്ട്. അമ്മ താങ്ക്സ് മോനെ, ഇങ്ങനെ കൂടെ നിന്ന് കോൺഫിഡൻസ് തരുന്ന നീ അല്ലാതെ വേറെ ആരാ, ചക്കര മോനെന്നും പറഞ്ഞ് എനിക്ക് പാതി പോയ പോലെ ആയി തോന്നി. അതും കഴിഞ്ഞ് പുള്ളിക്കാരി വളയൊന്നും ഇടുന്നില്ല, പുറത്തെവിടെയെങ്കിലും പോകാൻ നേരത്തിടാം. പിന്നെ ചുരിദാർ അത് രണ്ടാഴ്ച കഴിഞ്ഞൊരു യാത്ര വരുന്നുണ്ട്, അപ്പോൾ ഇടാം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് സംസാരത്തിനിടയിൽ തന്നെ പുള്ളിക്കാരി രണ്ടാം മുണ്ടം കഴിച്ചു. എന്താണ് സംഭവം എന്നെൻ്റെ മനസ്സ് അനാവശ്യമായി ചിന്തിച്ച് ഞാൻ അമ്പരന്നു. പക്ഷേ പുള്ളിക്കാരി കുളിക്കാൻ പോവുകയായിരുന്നു. പിന്നെ ആ ഒരു ഊരിലൊക്കെ കണ്ട് ഇനി അവിടെ തിരിഞ്ഞു നിന്നാൽ പ്രശ്നമാകുമെന്ന് തോന്നിയതുകൊണ്ട് ഞാൻ താഴേക്ക് വിട്ടു. അങ്ങനെ 2-3 ദിവസം കഴിഞ്ഞ് അത് ഓടിപ്പോയി. പിന്നെ കഷ്ടിച്ചൊരാഴ്ച കൂടിയേ എനിക്ക് വർക്ക് ഫ്രം ഓപ്ഷൻ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഇപ്പം കിട്ടിയ ചാൻസ് എനിക്ക് കിട്ടത്തില്ല എന്ന് എനിക്ക് തോന്നി. എന്തെങ്കിലും മുന്നോട്ട് ചെയ്യണമെങ്കിൽ ഇപ്പം തന്നെ ചെയ്യണമെന്ന അവസ്ഥയിൽ ഞാൻ എത്തി എന്നെനിക്ക് മനസ്സിലായി. കിട്ടുകയാണെങ്കിൽ ഇതിലും സൂപ്പർ ഒരു ചാൻസ്, ഇതിലും സൂപ്പർ ഒരു പെണ്ണ്, ഇതിൽ സൂപ്പർ ഒരു ചുറ്റുപാട്, ഇതൊന്നും കിട്ടത്തില്ല എന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ വളച്ച് ശീലമില്ലാത്തത് കൊണ്ട് തന്നെ എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്ന് ഒരു ഐഡിയയും എനിക്ക് കിട്ടിയില്ല. അങ്ങനെ ഡെന്റിസ്റ്റിനെ കാണാൻ പോകേണ്ട ദിവസമായി. സാരിയൊക്കെ എടുത്ത് വരുന്ന അമ്മായിയമ്മയെ പ്രതീക്ഷിക്കുന്ന സ്ഥാനത്ത് പുള്ളിക്കാരി ആ ചുരിദാറിട്ടാണ് വന്നത്. പുള്ളിക്കാരി നൈസാവുമെന്ന് എനിക്കറിയായിരുന്നെങ്കിലും ഇട്ട് കണ്ടപ്പോഴാണ് ഇത്രയും പെർഫെക്റ്റ് ആവുമെന്ന് ഞാൻ അറിഞ്ഞത്. ഒരു 40-42 വയസ്സ് കണ്ടാൽ പറഞ്ഞോളൂ. സെറ്റ് മുട്ടും ജാക്കറ്റ് ഇട്ട് കാണുമ്പോൾ ആ ഉരുട് നിൽക്കുന്നൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ അതെല്ലാം ഒന്ന് ചുരിദാറിൽ ഒതുങ്ങിപ്പോൾ പെർഫെക്റ്റ് ആയി എന്നല്ലേ പറയാം. പിന്നെ അതിൻ്റെ ആ മുൻതൂക്കം കാരണം എന്താ പറയുക, ആ വയറ് പോലും ഭയങ്കര ഇതായിട്ടാണ് തോന്നിയത്. പിന്നെ ഒരു ടൈപ്പ് ഭംഗി. പുള്ളിക്കാരി ഷോളൊക്കെ വൃത്തിയായി മടക്കി 2 സൈഡിലൊക്കെ പിന്നീട് തേച്ച് മടക്കി മുന്നിട്ടുന്നതാണെങ്കിൽ പർവ്വതം പോലെ നിൽക്കുന്ന അതിൻ്റെ മുകളിൽ ഇങ്ങനെ മഞ്ഞ് വേഗം കിടക്കുന്ന പോലൊരു ലുക്കാക്കി മൊത്തത്തിൽ. കയ്യിലെ ബ്ലാക്ക് മെറ്റൽ വളകളും താഴെ കണങ്കാലിൽ പെണ്ണിന് കിടക്കുന്ന കൊലുസും കൂടെ ആയപ്പോൾ പെണ്ണ് ശരിക്കും അങ്ങ് പെണ്ണായിട്ട് വിടുന്നു. ഞാൻ ഒരു വിധാണ് തുറന്ന് നോക്കി നിൽക്കാതെ അമ്പരപ്പം മനസ്സിൽ മാത്രം ഒതുക്കിയത്. അവളാണെങ്കിൽ അമ്മ സ്മാർട്ടായല്ലോ എന്ന് പറഞ്ഞ് കോംപ്ലിമെൻ്റ് കൂടി ചെയ്തപ്പോൾ അമ്മായിയമ്മയുടെ മുഖം ഓറഞ്ച് പോലെ തുടുത്തു. എങ്ങനെയുണ്ട് എന്നെ കാണാൻ എന്ന അർത്ഥത്തിലുള്ളൊരു നിറഞ്ഞ നോട്ടം പുള്ളിക്കാരി എന്നെ നോക്കിയത് എൻ്റെ ഹൃദയത്തിലാണ് തറച്ചത്. ഞാനതൊന്നും പുറത്ത് കാണിച്ചില്ല. അങ്ങനെ പുള്ളിക്കാരി സ്കൂട്ടറിൻ്റെ പിറകിൽ കയറി ഒരു കഷ്ടിച്ച് 250 മീറ്റർ കഴിഞ്ഞപ്പോൾ ഞാൻ
എൻ്റെ അമ്മ എന്നാ ലുക്കപ്പോൾ ഇത് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് തന്നേ പറ്റൂട്ടാ. അമ്മ പിന്നല്ല, എനിക്ക് ആദ്യം ഒരു മടിയൊക്കെ തോന്നിയെങ്കിലും ഇട്ട് കഴിഞ്ഞപ്പോൾ ഈ സപ്പോർട്ട് കൂടി ചെയ്യാനുള്ളത് കൊണ്ട് വല്ലാത്തൊരു കോൺഫിഡൻസ് ആയിരുന്നല്ലോ ചെറുക്ക. എങ്ങനെയുണ്ട് മൊത്തത്തിൽ? എൻ്റെ ഷാളും ഒരു കൈ കൊണ്ട് നേരെ പിടിച്ചു വെച്ചുകൊണ്ട് പറഞ്ഞു. ഞാൻ ഒരു രക്ഷയില്ല, എനിക്ക് പോലും അമ്മയെ കാണുമ്പോൾ പ്രേമിക്കാൻ തോന്നുന്നു എന്നൊരു കയറ്റി പറയുകയും ചെയ്തു. കണ്ണാടിയിലൂടെ പുള്ളിക്കാരിയുടെ റിയാക്ഷനായി അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനത് പറഞ്ഞേ. പെട്ടെന്ന് അവരുടെ മുഖത്തൊരു ഗൂഢമായ ചിരി വന്നതുപോലെ എനിക്ക് തോന്നി. അമ്മ ഓഹോ എന്നിട്ട് ഞാൻ ഒവ്വന്നേ, അല്ലെങ്കിൽ തന്നെ സാരില്ല അമ്മ നല്ല ക്ലാസ്സാണ്. ചെറു കടിയായപ്പോൾ നല്ല എനർജറ്റിക്കായെന്ന് പറഞ്ഞ് ഒന്ന് പതറി. അമ്മ എന്നോട് ഒന്നുകൂടി ചേർന്നിട്ട്, എടാ മോനെ, അവിടെ നിനക്കൊന്നും തരുന്നില്ലേ എന്നൊരു കള്ളച്ചിരി ചിരിച്ച് എൻ്റെ വയറിൽ സൈഡിൽ പിടിച്ചിട്ട് ചോദിച്ചു. അത്രയും സ്ട്രെയിറ്റ് ഫോർവേഡ് ചോദ്യം വന്നപ്പോൾ ഞാനൊന്ന് പതറി. ഞാൻ കുഴപ്പമില്ല എന്നൊന്ന് ഉരുണ്ട് കളിച്ചു. അമ്മ ഓഹോ, അപ്പോൾ പിന്നെ ഒന്ന് റൂട്ടിട്ടൊന്നുമില്ലല്ലേ എന്ന് ചോദിച്ചപ്പോൾ വീണ്ടും ഞാൻ പതറി. ആ പതർച്ചയോടെ നമ്മുടെ കഥ ഇവിടെ തുടരുകയാണ്. അപ്പോൾ പതറിക്കഴിഞ്ഞിട്ട് എന്താ സംഭവിച്ചതെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? അറിയണം. അപ്പോൾ ഇത് മൊത്തം കേട്ടിട്ട് ഇഷ്ടമായിച്ചാൽ ലൈക്കും കമൻറ്റും കൂടെ ചെയ്തേക്ക്. പിന്നെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ പറയണം കേട്ടോ. ഇതിൻ്റെ ബാക്കിയായിട്ട് വേഗം തന്നെ കാണാം. ബൈ.